മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളിപ്പോൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം ഒത്തിരി പ്രൈവറ്റ് ഹോസ്പിറ്റൽസും പിന്നെ ഒത്തിരി ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന മൂലം പല മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളിൽ നമുക്ക് ആവശ്യമായ രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ മെഡിക്കൽ റെക്കോർഡ്സാണ്. നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയോ അല്ലെങ്കിൽ അവിടുത്തെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ്, എക്സ്റേയോ, സ്കാൻ റിപ്പോർട്ട്സ്, ലാബ് റിപ്പോർട്ട്സ്, അങ്ങനെയുള്ള മെഡിക്കൽ റിപ്പോർട്ട്സ്, മെഡിക്കൽ റെക്കോർഡ്സ് അതൊരു എവിഡൻസാണ്. പിന്നെ ഒരു എക്സ്പെർട്ട് ടെസ്റ്റിമണി, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ന്യൂറോ സർജറിക്ക് ഇടെയാണ് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതെങ്കിൽ ന്യൂറോളജിസ്റ്റിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ വിദഗ്ധ അഭിപ്രായം, പിന്നെ വിറ്റ്നസ്സിൻ്റെ മൊഴികൾ, നമ്മുടെ ഇപ്പം റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫോ ആരെങ്കിലുമൊക്കെ സാക്ഷികളായിട്ടുണ്ടെങ്കിൽ അവരുടെ മൊഴി, പിന്നെ ഫോട്ടോഗ്രാഫ്, വീഡിയോസ്, രോഗിയുടെ കണ്ടീഷൻ കാണിക്കുന്ന ഫോട്ടോഗ്രാഫ്സ്, വീഡിയോ, അതൊക്കെ ഒരു തെളിവാണ്. തീർച്ചയായിട്ടും ഒരു ലോയറിൻ്റെ, ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായം തേടുക. മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഓപ്ഷനുള്ളത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും. അത് ഒരു സെപ്പറേറ്റ് ഓപ്ഷനാണ്. ഇത് ലോസ്യൂട്ടുമായിട്ട് അതിന് ബന്ധമില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ഈ ഡോക്ടറുടെ ലൈസൻസ് റദ്ദാക്കുകയൊക്കെ ചെയ്യാനുള്ള അധികാരം കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിനുണ്ട്. പിന്നെ ഈ കേസിന് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു വക്കീൽ നോട്ടീസ് അയക്കാം, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അപ്പോൾ അതിന് മതിയായ നഷ്ടപരിഹാരം തരണം, അല്ലെങ്കിൽ ഞങ്ങൾ കേസിന് പോകും എന്ന് കാണിച്ചുകൊണ്ടൊരു വക്കീൽ നോട്ടീസ് അയക്കാം. എന്നിട്ട് നമുക്ക് കൺസ്യൂമർ കോർട്ടിലോ അല്ലെങ്കിൽ സിവിൽ കോർട്ടിലോ കേസ് ഫയൽ ചെയ്യാം. കൺസ്യൂമർ കോർട്ടിലാണെങ്കിൽ 2 വർഷമാണ് അതിൻ്റെ ലിമിറ്റേഷൻ പീരീഡ്. 2 വർഷത്തിനകം സംഭവം നടന്ന് 2 വർഷത്തിനകം നമ്മൾ ഫയൽ ചെയ്യണം. പിന്നെ ഇതൊരു സിവിലാണോ ക്രിമിനൽ കേസാണോ എന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ തീരുമാനിക്കണം. സിവിൽ കേസാണെങ്കിൽ നമ്മൾ കൺസ്യൂമർ കോർട്ടിലും അല്ലെങ്കിൽ സിവിൽ കോർട്ടിൽ കൊടുക്കുന്നു. ക്രിമിനൽ കേസാണെങ്കിൽ നമ്മളൊരു ക്രിമിനൽ കോടതിയിൽ കൊടുക്കുന്നു. അത് IPC സെക്ഷൻ 304A കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, അതുപോലെ 338 കോസിങ് ഗ്രീവിയസ് ഹേർട്ട് ബൈ നെഗ്ലിജൻസ്, ഈ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ റെക്കോർഡ്സും ആയിട്ട് കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. പിന്നെ നമ്മൾ എത്രയാണോ നഷ്ടപരിഹാര തുക ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് അത് ജൂറിസ്ഡിക്ഷൻ മാറും. കുറഞ്ഞ തുകയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തിൽ കൊടുക്കാം. കൂടിയതാണെങ്കിൽ സ്റ്റേറ്റ് കൺസ്യൂമർ ഫോറത്തിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ക്രിമിനൽ കേസ് പെർസ്യൂ ചെയ്യാൻ പറ്റും, ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റും. അത് ആദ്യമേ ഒരു പോലീസ് കംപ്ലയിൻറ്റ് ലോഡ്ജ് ചെയ്തിട്ട് മേൽ പറഞ്ഞ വകുപ്പുകൾ ചേർത്തിട്ട് കൊടുക്കാം. അങ്ങനെ സമാന്തരമായിട്ട് തന്നെ നമുക്കൊരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാം. ഈ വകുപ്പുകളനുസരിച്ച് ജയിൽ ശിക്ഷയും പിഴയും ഒക്കെ ചുമത്തപ്പെടാം. പിന്നെ ലിമിറ്റേഷൻ്റെ പീരീഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കോമ്പൻസേഷൻ നമ്മുടെ ചികിത്സയുടെയും
ചികിത്സയ്ക്കുണ്ടായ നമുക്കുണ്ടായ ചിലവ്, പിന്നെ നമ്മുടെ വേദനയ്ക്ക്, നമ്മുടെ മാനസികവും ശാരീരികമായ വേദനയ്ക്കുള്ള നഷ്ടപരിഹാരം, നമ്മുടെ വരുമാന നഷ്ടത്തിലുള്ള നഷ്ടപരിഹാരം, നമ്മുടെ പിന്നെ പെനാൽറ്റി, അവർക്ക് ഒരു പിഴ ചുമത്താനുള്ള വകുപ്പുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു കോമ്പൻസേഷനിൽ ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് കൊടുക്കുന്നതിനുള്ള പ്രാഥമികമായ നടപടികൾ. മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളിൽ ഒത്തിരി അനുകൂലമായ വിധികൾ കൺസ്യൂമർ കോർട്ടിൽ നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ നിയമങ്ങളും അതിന് റെഗുലേഷൻസും റൂൾസും ഒക്കെ ഉണ്ട്. ഒരു ഹോസ്പിറ്റൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച്, അവരുടെ റിപ്പോർട്ട് എന്തെങ്കിലും എഴുതി വെച്ചതുകൊണ്ട് മാത്രം അവരുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ഇതെല്ലാം കോടതിയിൽ വെച്ച് അവർ കോടതി ഇഴകി പരിശോധിക്കുകയും റൂൾസും റെഗുലേഷൻസും എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി പരിശോധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഹോസ്പിറ്റലുകാർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അത് നിരാശരാകേണ്ട ആവശ്യമില്ല. മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളിൽ നിയമം ശക്തമായ നടപടികൾ എടുക്കുന്നുണ്ട്. പല കേസുകളിലും രോഗികൾക്ക് അനുകൂലമായ വിധികൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.